ഞാൻ വിഷ്ണു. കൊച്ചിയിൽ വന്നിട്ടിപ്പോൾ 2-3 കൊല്ലമായി. സിനിമ ആഗ്രഹിക്കുന്ന അനേകായിരം യുവാക്കളിൽ ഒരാളാണ് ഞാനും. ഇത് പറയുമ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എന്നെ കൈപിടിച്ചുയർത്താനോ എനിക്ക് ഫിലിം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരു നോർമൽ മിഡിൽ ക്ലാസ് സ്ട്രഗ്ലിംഗ് പേഴ്സണാണ് ഞാൻ. എൻ്റെ അമ്മ ഒരു മമ്മൂട്ടി ഫാനായിരുന്നു. അപ്പോൾ അമ്മ മമ്മൂട്ടിയെ എങ്ങനെ കാണുന്നു ആ ഒരു കാഴ്ചയിലൂടെയാണ് ഞാനും മമ്മൂട്ടി ആസ്വദിക്കാനും ഒരു മമ്മൂട്ടി ഫാൻ ആയതും. ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമയും പഴശ്ശിരാജയാണ്. 2011 ഞാൻ ശരിക്കൊരു സിനിമ എനിക്കൊരു ലഹരി ആവാൻ തുടങ്ങിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ, ഷോർട്ട് ഫിലിമിന് വേണ്ടി ഒരു സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ സ്കൂളിൽ വെച്ച് നടക്കണ്ടായി. ഞാൻ ക്ലാസ് കട്ട് ചെയ്യാനുള്ളൊരു മോഹത്തിൻ്റെ പുറത്ത് വേറെ കൂട്ടുകാരോടൊപ്പം അത് പോയി അറ്റൻഡ് ചെയ്തു. കഥ സെലക്ട് ഒന്നും ആയില്ല, പക്ഷേ അതിലെനിക്കൊരു റോൾ ചെയ്യാൻ പറ്റി ആ ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത്. അന്ന് ചെയ്യുന്ന സമയത്ത് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ ഒരു 10 സെക്കൻഡ് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നൊരു സീൻ, ഒരു പാട്ട് ഡയലോഗ് കോമഡി പോലെ പറയുന്നൊരു സീൻ. പക്ഷെ അത് സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് എന്നെ അറിയുന്നവരും എല്ലാവരും എന്നെ അതുപോലെ വേറെ ആൾക്കാരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ആ കണ്ട കയ്യടികൾ അതൊക്കെ ആയിരിക്കും എന്നെ സിനിമയിലേക്ക് ഇത്രയും അടുപ്പിച്ചത്. എൻ്റെ ഉള്ളിലൊരു സിനിമാക്കാരനുണ്ടെന്ന് തോന്നിപ്പിച്ചത് ആ ഒരു മൊമെൻ്റ് മുതലാണ്. പൂക്കൾ പറഞ്ഞത് എന്നായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര്. പിന്നീട് ഞാൻ വളരുന്നതിനോടൊപ്പം എൻ്റെ ഉള്ളിലെ സിനിമാ ആഗ്രഹവും വളരാൻ തുടങ്ങി. +2 റിസൾട്ട് വന്നു. +2 മാത്സിന് മാത്രം അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബത്തിലുള്ളവരും കുറേ ആൻറ്റിമാരും അവരെല്ലാവരും BSc മാത്സ് എടുത്താൽ നന്നായിരിക്കും, കരിയർ ഹെൽത്ത് ആയിരിക്കും എന്നെല്ലാം പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് അവസാനം BSc മാത്സ് എടുക്കാൻ തീരുമാനമായി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജ് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ കാസ്റ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കയറാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കി പ്രൈവറ്റ് കോളേജിൽ ചേർന്നു. പിന്നെ ചേർന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പകുതി കൊറോണയും ഓൺലൈൻ ക്ലാസ്സുകളും കൊണ്ടുപോയി. മെൻ്റൽ പീസ് ആണെങ്കിൽ മൊത്തത്തിലൊരു 1 സൈഡ് ലവ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. അവസാനം കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ശേഷം നാട്ടിൽ പല ജോലികളും ചെയ്തു. പിന്നീടാണ് ഞാൻ കൊച്ചിയിലേക്ക് എത്തുന്നത്. ഇവിടെയും ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. കാറ്ററിങ്, പെട്രോൾ പമ്പിൽ, ഡെലിവറി ജോബ്, അതുപോലെ സെയിൽസ് ഫീൽഡ്, അങ്ങനെ പലതും. ലൈഫിൽ ഒറ്റപ്പെടൽ എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയ കുറച്ച് നാളുകളായിരുന്നു അത്. ഇതിനിടയിൽ ഞാൻ കഥ എഴുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ യൂട്യൂബിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ക്ലാസ്സസ്, അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കാണുമായിരുന്നു. ഇതിനിടയിൽ ഞാൻ എഴുതിയൊരു കഥ ഭാരതി എന്നുള്ള പേരിൽ ഷോർട്ട് ഫിലിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അതുപോലെ എൻ്റെ മിസ്സായി കഴിഞ്ഞ ഡിഗ്രി അത് ഞാൻ കംപ്ലീറ്റ് ആക്കി. എനിക്ക് അറിയില്ല ഇപ്പോൾ എങ്ങനെ ഇത് തുടങ്ങണമെന്ന്, പക്ഷെ ഒന്നറിയാം, എ ഫിലിം ബൈ വിഷ്ണു റിയലി എന്നൊരിക്കൽ എല്ലാവരും കാണും.